നമസ്കാരം. പെരുകുന്ന ആക്രമണങ്ങൾ, ചിന്നിച്ചിതറുന്ന കബന്ധങ്ങൾ, ലോകക്രമത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ കണ്ടുവരികയാണ്. സമാധാനം എവിടെ എന്ന ചിന്തയാണ് പലപ്പോഴും ജനമനസ്സുകളെ ഭരിക്കുന്നത്. ഇങ്ങനെ വാർത്തകൾ നിരന്തരം ഒഴുകിയെത്തുമ്പോൾ മനസ്സിലെവിടെയൊക്കെയോ തട്ടി നിൽക്കുന്ന ചില വാർത്തകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അത് ഒരിക്കലും പോകാതെ അവിടെ തന്നെ തങ്ങി നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച വാർത്തകൾ ഏത് എന്ന് വിശകലനം ചെയ്യുകയാണ് ഈ പരിപാടിയിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തെറ്റിയ വാർത്തയിലേക്ക് സ്വാഗതം. ജോയ്സിലേക്ക് തന്നെയാണ് ഈ ആഴ്ച ആദ്യം. ഇപ്പോൾ ലോകം മുഴുവനും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കേസ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ. നമുക്കറിയാം, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിൽ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 പെൺകുട്ടികൾ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അമേരിക്കൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുന്നു, അയാളെ ശിക്ഷിക്കുകയാണ്. പക്ഷേ അയാളുടെ ബന്ധങ്ങളും സ്വാധീനവും ഒക്കെ വെച്ച് അയാൾ പുറത്ത് ഒരു 6 മാസത്തിന് ശേഷം പുറത്തിറങ്ങി. വീണ്ടും ഇതേ കുറ്റകൃത്യങ്ങൾ ഇയാൾ ആവർത്തിക്കുന്നുവെന്ന് കണ്ടതിന് ശേഷം ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അത് അയാളെ ഇല്ലാതാക്കിയതാണ് എന്നുള്ള പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആ സംഭവം പിന്നെ ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രംപ് ഇലക്ഷൻ്റെ സമയത്ത് ഒരു പ്രചരണ ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ട്രംപ് അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇതിനെക്കുറിച്ചുള്ള, ഈ വിഷയത്തെക്കുറിച്ചുള്ള ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എപ്സ്റ്റൈൻ ഫയൽസ് പുറത്തുവിടും എന്നുള്ളൊരു സംഭവം, ഒരു പ്രസ്താവനയൊക്കെ ട്രംപിൻ്റെ ഭാഗത്ത് വന്നായിരുന്നു. അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ എപ്സ്റ്റൈൻ ഫയൽ പുറത്തുവിടണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഗതികെട്ട് അവസാനം അമേരിക്കൻ ഗവൺമെൻറ് ഇത് പുറത്തുവിടുകയാണ്. പുറത്തുവിട്ടതോടുകൂടി ലോകം മുഴുവനും ഇതിൻ്റെ പിന്നിലെ കഥയറിഞ്ഞ് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ, ഇതിൽ അതായത് ഈ കേസിൻ്റെ ഫയൽസ് പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ലോകത്ത് പല സംഭവങ്ങൾ, അതായത് പലതരത്തിൽ ഒരു സമാധാനമില്ലാത്ത നിൽക്കുന്ന യുദ്ധങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും കുട്ടികളെ കടത്തി ഇയാൾ ഒരു പ്രൈവറ്റായിട്ട്, ഇയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു ദ്വീപിലെത്തിച്ച് അവിടെ വെച്ച് ലോക നേതാക്കൾ, അതുപോലെ കോടീശ്വരന്മാരൊക്കെ ആയിട്ടുള്ള വലിയ സമ്പന്ന സമൂഹങ്ങൾക്ക് കാഴ്ച വെച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത. അതുമായി ബന്ധപ്പെട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് വാർത്തകൾ, കുട്ടികളെ ഭക്ഷിച്ചിരുന്നു എന്നുള്ളൊരു വാർത്ത പോലും സ്ഥിരീകരിക്കാതെ വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചതായിട്ട് ഇതുവരെ എവിടെയും അറിയാൻ സാധിച്ചിട്ടില്ല. അതുമായിട്ട് കുറേ വാർത്തകൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിലൊരു സംഭവം വന്നു കഴിയുമ്പോൾ എല്ലാവരും അവനവൻ്റെ അഭിപ്രായങ്ങൾ പറയും, അവനവന് പറയാനുള്ള കാര്യങ്ങൾ ചിലരെ കുറ്റപ്പെടുത്തിച്ച് പറയും, ചിലരെ ഞാൻ അങ്ങനെയല്ല കണ്ട ഇങ്ങനെയല്ല കണ്ടെന്നൊക്കെ പറയുമല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം കൊടുത്തിരുന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നു. എന്തിന്, എണീറ്റ് നടക്കാൻ പറ്റാത്ത സ്റ്റീഫൻ ഹോക്കിങ് പോലും ഉണ്ടായിരുന്നു എന്നത് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അതുപോലെ ലോകത്തെ മിക്ക രാജ്യങ്ങളുടെയും ലോക നേതാക്കന്മാർ, രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ട്രംപ് ഉണ്ടായിരുന്നു, അതുപോലെ ഇലോൺ മസ്ക് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇലോൺ മസ്ക്. അതുപോലെ അറേബ്യൻ രാജ്യങ്ങൾ ഭരിക്കാൻ വേണ്ടിയുള്ള രാജകുമാരന്മാർ അവരുണ്ടായിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ലോകം മുഴുവനും കൺട്രോൾ ചെയ്തിരുന്ന ഒരു അധോലോക ശക്തി, അതായിരുന്നു ശരിക്കും ജെഫ്രി എപ്സ്റ്റൈൻ്റെ ആ ഒരു ദ്വീപിൽ സംഭവിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടുതൽ തെളിവുകളും നമുക്ക് ആർക്ക് വേണമെങ്കിലും നെറ്റിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വെബ്സൈറ്റിൽ കയറി 6 പേരടിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നരേന്ദ്രമോദി നടിച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അതിലുണ്ട് എങ്കിൽ അത് പുറത്തു വരും. അതുപോലെ ഇപ്പോൾ ജോയ്സ് നടിച്ചാൽ, അല്ലെ റോജി നടിച്ചാൽ ഇപ്പോൾ ഉണ്ട് എങ്കിൽ അത് കാണിക്കും അതിൽ. പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു പേര് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലുമായിട്ടുള്ള ഒരു ഡീലിന്, ഒരു സംഭവം ഇസ്രായേലുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഒരു ഉപദേശം തേടിയിരുന്നു എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത് തള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അയാൾ ഒരു ജൂ ആയിരുന്നു. അപ്പം ഇസ്രായേൽ അയാളൊരു ജൂ ആണ് എന്നതിൻ്റെ പേരിൽ ഇസ്രായേലുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, മൊസാദുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ നടന്നിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറംലോകത്തിന് അറിയത്തില്ലാതെ, അല്ലെങ്കിൽ പുറംലോകം അറിഞ്ഞാൽ ഭയപ്പെടുന്ന തരത്തിലുള്ള ക്രൂരതയായിരുന്നു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികളെ ദുരുപയോഗം ചെയ്തിരുന്നു, അത് ശരിയാണ്. 12 വയസ്സ് തൊട്ടുള്ള കുട്ടികളെ അവർ വളരെ അങ്ങേയറ്റം മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്തിരുന്നു. ഒരു ലൈംഗിക കുറ്റകൃത്യം തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ ലോക നേതാക്കന്മാരെല്ലാവരും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. പക്ഷേ അതിന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത്
ഇത് ശരിക്കും ഒരു മതപരമായിട്ടുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമോ ഒരു രാജ്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന കാര്യമല്ല. ലോകത്തെ മിക്ക പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും കോടീശ്വരന്മാരും അല്ലെങ്കിൽ അതുപോലെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. അത് ശരിക്കും ഈ ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ മിക്ക രാജ്യങ്ങളുടെ, അത് ഇന്ന മുസ്ലിം രാജ്യമെന്നോ ക്രിസ്ത്യൻ രാജ്യമെന്നോ ഹിന്ദു രാജ്യമെന്നോ ഒന്നുമില്ല, അതിൽ എല്ലാ രാജ്യത്തിൻ്റെ ആൾക്കാരുണ്ട്, അതിൽ എല്ലാ തരത്തിലുള്ള വിശ്വാസികളുമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കേസ് കുത്തിപ്പൊങ്ങി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പലരും തങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു മാസ്ക് നൽകി ബാക്കിയുള്ളവരെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് ഈ അറേബ്യൻ രാജ്യത്തു നിന്നുള്ള രാജകുമാരന്മാരുണ്ടായിരുന്നു, അവരെ അവിടെ നിർത്തിയിട്ട് ബാക്കി ട്രംപ്, നെതന്യാഹു അല്ലെങ്കിൽ ഒരു ജൂ ആണ് എന്നുള്ളൊരു വിഷയം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് പറയാനുള്ളത്, അവിടെ സംഭവിച്ചിരുന്ന വിഷയം എന്ന് പറയുന്നത് അത് ലോകം ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ജെഫ്രി എപ്സ്റ്റൈൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ലോകം കൺട്രോൾ ചെയ്യുന്ന, നമ്മളൊക്കെ പണ്ടുതൊട്ടേ ഇലുമിനാറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു അധോലോക ശക്തി. അപ്പോൾ ആ ഒരു അധോലോക ശക്തിക്ക് പിന്നിലുള്ള ഒരു ആളെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഈ ലോക നേതാക്കളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ എത്ര ജെഫ്രി എപ്സ്റ്റൈൻസ് ഉണ്ടാകും എന്ന് നമുക്കറിയത്തില്ല. ശരിക്കും ലോകം മുഴുവനും തിന്മയുടെ ഒരു വാതിൽ തുറന്നു കിടക്കുകയാണ്, അല്ലെങ്കിൽ തിന്മയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ളൊരു വലിയൊരു തെളിവ് തന്നെയാണ്. അത് ശരിക്കും ഒരു വേർതിരിവോടെ കാണേണ്ടതല്ല. അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉള്ള ഒരു വേർതിരിവോ കാര്യങ്ങളോ അല്ല. എല്ലാവരും ഇതിനെ തള്ളി പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ചില ഫയലുകളൊക്കെ മാസ്ക് ചെയ്തിട്ടാണ് ഇപ്പോഴും ഗവൺമെൻറ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് അവരുടെ ഒരു പ്രൈവസി, അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൈവസി ആയിരിക്കാം. എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ജോയ്സ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങിയുന്നത് ഈ ദ്വീപ് തന്നെയാണ്. ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്നായിരുന്നു ആ ദ്വീപ്. എണ്ണപ്പനകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സുന്ദരമായ ഒരു ദ്വീപാണ്. ഒരു താഴികക്കുടമുള്ള ഒരു ബിൽഡിംഗ്, അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുട്ടികൾക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പരാതിയുമായിട്ട് ആദ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വേറൊരു കാര്യം, 12 വയസ്സ് മുതൽ തുടങ്ങുന്ന കുട്ടികളെ അവിടേക്ക് കൊണ്ടുപോയിട്ട് അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പട്ടിണിക്കിടുക എന്നുള്ളതായിരുന്നു. ഭക്ഷണം കൊടുക്കുകയേ ഇല്ല എന്ന രീതിയിലായിരുന്നു. അതുമാത്രമല്ല, എപ്സ്റ്റൈൻ്റെ കൂട്ടുകാരി അവർ മാരകമായ രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു മോഡൽ പറഞ്ഞത്, ലോകത്തിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇതാണെന്നുള്ളത്. ഇതാണ് പലപ്പോഴും പുറമേ നമ്മൾ നോക്കുമ്പോൾ വളരെ ഭംഗിയായിരിക്കും, പക്ഷേ ഉള്ളിലുള്ളത് നടുക്കുന്ന ക്രൂരതകളും പൈശാചികവും തന്നെ ആയിരിക്കും. അല്ലേ ജോണേ? ഒരു മാത്സ് ടീച്ചർ ആയിരുന്ന ജെഫ്രി എപ്സ്റ്റൈൻ എത്രത്തോളം അധപതിച്ചു എന്നുള്ളത് എൻ്റെ വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഒരു സാധാരണ ജീവിതം നയിക്കാമായിരുന്നു, പക്ഷേ അദ്ദേഹം സമ്പത്തിനും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്ത കൃത്യങ്ങളാണ് ഇതെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള കാണുന്നത്. അതും 12ഉം 17ഉം വയസ്സിനിടയിലുള്ള പെൺകുട്ടികളെ വളരെ വൾണറബിളായുള്ള സിറ്റുവേഷനിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെയാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട്, പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ അരക്ഷിതാവസ്ഥ, അങ്ങനെയുള്ള പെൺകുട്ടികളാണ് തെരഞ്ഞു പിടിച്ച് ഇദ്ദേഹം തൻ്റെ ഈ കർത്തവ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത്, ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരുന്നത് മസാജ് സെൻറ്ററിൽ എന്ന് പറയും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് ഇത് ലോകത്തിലെ പല ഉന്നതന്മാർക്കും വേണ്ടി ഈ പെൺകുട്ടികളെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ പുറമേ നല്ല മാന്യന്മാരായിരിക്കും, നല്ല കോട്ടും സ്യൂട്ടൊക്കെ മാന്യന്മാരായിരിക്കും, പക്ഷേ ഉള്ളിൽ അവരുടെ നിലപാടുകൾ തീർത്തും വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു 2 ടയർ സിസ്റ്റം തന്നെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നു എന്നൊരവസ്ഥയാണ് പല ലോക നേതാക്കന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഇപ്പോൾ എപ്സ്റ്റൈൻ്റെ പേര് എവിടെയൊക്കെ വരുന്നു, ആരുടെ കൂടെയൊക്കെ വരുന്നു, അവരൊക്കെ നാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചാണകത്തിൽ ചവിട്ടിയ നാറും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എപ്സ്റ്റൈൻ്റെ കൂടെ പേരുള്ളതൊക്കെ നാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയൊരു കാര്യം. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഇപ്പോൾ ഡൽഹിയിൽ ഏകദേശം 800ഓളം സ്ത്രീകളും കുട്ടികളൊക്കെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എപ്സ്റ്റൈൻ പോലത്തെ ഒരു നെറ്റ്വർക്ക്, എപ്സ്റ്റൈൻ ഉണ്ടാക്കിയ നെറ്റ്വർക്ക് എന്താണ്, ഈ അണ്ടർ ഏജ് ആയുള്ള ഗേൾസിനെ, സ്ത്രീകളെ, അതുപോലെയുള്ള പ്രായപൂർത്തിയായിക്കോട്ടെ അങ്ങനെയുള്ള സ്ത്രീകളെല്ലാം കൊണ്ടുവന്ന് ദ്വീപിൽ ഇപ്പോൾ ലിറ്റിൽ ജെയിംസ്, അതുപോലെ തന്നെ പാം ബീച്ച്, ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ, അതുപോലെ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് മാൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ലെസ്ലി റെക്സിൻ്റെ വലിയൊരു സമ്പത്തിൻ്റെ പവർ ഓഫ് അറ്റേണി അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു സ്ഥാനമാനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങനെ ഈ വലിയൊരു നെറ്റ്വർക്ക്
വലിയൊരു ചിലന്തി പോലത്തെ ഒരു നെറ്റ്വർക്ക്, അതിൽ പെടുന്ന ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു നെറ്റ്വർക്ക് അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ് കാര്യം. അതേ നെറ്റ്വർക്ക് തന്നെ, അതുപോലത്തെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു സ്യൂഡോ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ, ലോകത്തിലെ മിക്ക രാജ്യങ്ങളും കാണാൻ സാധിക്കും. ആ നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിൽ ഇല്ലേ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകളും കുട്ടികളും മറ്റുള്ള ആൾക്കാരൊക്കെ മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭിക്ഷാടക മാഫിയ, അതുപോലെ തന്നെ സെക്സ് ട്രാഫിക്കിംഗ് മാഫിയ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാഫിയ, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് നമുക്കറിയാം ചൈനയിലേക്ക് ചൈനീസ് ജോലി എന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യക്കടത്തുണ്ടായിരുന്നു പറഞ്ഞാൽ അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നെറ്റ്വർക്ക് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ പല ഉന്നതന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതായത് നമ്മൾ സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകൾ, ആരാധനയോടെ നോക്കിക്കാണുന്ന ആളുകൾ, ഇപ്പം ജോയ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രിട്ടൻ രാജകുമാരൻ, സൗദി രാജകുമാരന്മാർ, അതുപോലെ ലോകത്തെ ക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിൽ കണ്ണികളാകുന്നു എന്ന് പറയുമ്പോൾ ആ നെറ്റ്വർക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ഞെട്ടലോടെ മാത്രമാണ് കാണേണ്ടത്. ശരിക്കും റോജി, വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ ഫയല് പുറത്തു വന്നതിന് ശേഷം ഒരു ലേബർ പാർട്ടി നേതാവ് അതായത് ലേബർ പാർട്ടി നേതാവിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു പോയിന്റ് ഉണ്ട്, ഹാഡ് എ വെരി ഗുഡ് കേരള മസാജ് എന്നുള്ളൊരു ഡയലോഗ് ആ ഒരു വ്യക്തി പറഞ്ഞതായിട്ട്. അപ്പം അതിൽ നമുക്ക് കേരളത്തിൻ്റെ ഒരു കണക്ഷനും കൂടെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ. അതായത് ഈ ഫയലിൽ പേര് വന്ന ആളുകളെല്ലാം തന്നെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് പോയത്. പക്ഷേ എന്നാലും എപ്സ്റ്റൈൻ്റെ ഫയലിൽ പേരുണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഫയലിനെ കുറിച്ചുള്ള വിവാദങ്ങൾ. അത് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ലോക നേതാക്കന്മാർ പോലും ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പൊടിപടലങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ചിന്തിക്കേണ്ടത് ഒരു എപ്സ്റ്റൈൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. എത്ര എപ്സ്റ്റൈൻമാർ ഇനിയും ചുമരുകൾക്ക് പിന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജോണിലേക്ക് വരികയാണെങ്കിൽ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ജോണിനെ സ്പർശിച്ച വാർത്ത? എന്നെ സ്പർശിച്ച അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വാർത്തയാണ് കോങ്കോയിലെ പീഡനങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബാത്റൂമിനുള്ളിൽ സിസ്റ്റേഴ്സ് 2-3 സിസ്റ്റേഴ്സൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ. അത്രത്തോളം ഒരു കോൺവെൻറ്റിനുള്ളിലാണ്. അത് അത്രത്തോളം പീഡനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഭീതികരമായ ഒരു അവസ്ഥയാണ് കോങ്കോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോങ്കോയിൽ മാത്രമല്ല മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെയുള്ള ഒന്ന് ഇസ്ലാമിക തീവ്രവാദികൾ, 2 അവിടെ ഇസ്ലാമിക ബന്ധമെന്ന് പറയപ്പെടുന്ന വിമത സൈന്യം, അതായത് രാജ്യത്തിൻ്റെ സൈന്യത്തിനെതിരായിട്ടുള്ള വേറെ സൈന്യം, ADF എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സൈന്യങ്ങളൊക്കെ വന്ന് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്ന് അവിടെയുള്ള ക്രൈസ്തവരെ മാത്രമല്ല സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അവരെ കൊന്നുകളയുക, അല്ലെങ്കിൽ ആ രാജ്യം അവരുടെ വരുതിയിലാക്കി തീർക്കുക എന്നോ മാത്രം ഉദ്ദേശത്തോടെ ഉള്ളൊരു പ്രവർത്തനം, ഒരു ഭീകരവാദ പ്രവർത്തനം, ഒരു ടെററിസ്റ്റിക് ആയിട്ടുള്ള ഒരവസ്ഥയാണ് കോങ്കോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഏകദേശം ഒരു 70 ക്രൈസ്തവരെ തലയർത്ത് കൊന്നു എന്നുള്ളൊരു വാർത്ത ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. അതൊരു ഇസ്ലാമിക തീവ്രവാദ ബന്ധമുള്ള ഒരു സംഘടനയാണ് അത് ചെയ്തത്. അപ്പോൾ ക്രൈസ്തവ വംശഗതിയാണ് ഇവിടെയൊക്കെ കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും, ക്രൈസ്തവ വംശഗതിയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അത് ലോകമാധ്യമങ്ങൾ പലപ്പോഴും ഈ വാർത്തകളൊക്കെ തമസ്കരിക്കും. അത് ക്രൈസ്തവ വംശഗതിയല്ല, അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപമാണ്. നോക്കുക, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതുപോലെ തന്നെ സൗത്ത് സുഡാൻ, പിന്നെ നോക്കുകയാണെങ്കിൽ ബുർക്കിനോ ഫാസോ, നൈജീരിയ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും, മാലി ഉൾപ്പെടെ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഈ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഒരു വലിയൊരു നിയന്ത്രണത്തിൽ കീഴിൽ മറ്റു മതവിഭാഗക്കാർ പെടുന്നതും അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വംശഗത്യപരമായിട്ടുള്ളൊരു പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രചരിക്കപ്പെട്ടൊരു വീഡിയോ. ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെയാണ് സിസ്റ്റർ മേരി എന്ന് പറഞ്ഞ സിസ്റ്റർ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന്. അപ്പോൾ പ്രാർത്ഥന അവിടെ പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് മനുഷ്യൻ്റെ 2 കാര്യങ്ങളിൽ നിന്നാണ്. തങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് വിചാരിച്ച് അത് ലോകത്ത് എങ്ങനെയെങ്കിലും, അതായത് മറ്റുള്ളവർ സ്വീകാര്യമാക്കുന്നേക്കാൾ ഉപരി
മറ്റുള്ളവരെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്ത് ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന മതഭ്രാന്തന്മാരുടെ ഒരു വിളയാട്ടമാണ് അവിടെ വരുന്നത്. ഒരു എക്സാമ്പിളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഞാൻ പറയുന്നത്. രണ്ടാമത് വരുന്നത് തങ്ങളുടെ സൈന്യത്തിന് മാത്രം അധികാരം ലഭിക്കണമെന്ന് വിചാരിച്ച് ആ ലോകത്തെ പ്രജകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക, തങ്ങൾക്കെതിരായുള്ള ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് എന്നിട്ട് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് തിന്മയിലൂടെ സമാധാനം ഉണ്ടാക്കുക. ബൈബിൾ പറയുന്ന ഒരു വലിയ വാക്കുണ്ട്. അതായത് തിന്മയിലൂടെ സമാധാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ തിന്മയിലൂടെ നീതി ഉണ്ടാക്കുക എന്നുള്ളത് കന്യകയുടെ പരിശുദ്ധി അപഹരിക്കുന്ന ഷണ്ഠനെ പോലെയാണെന്നുള്ളൊരു ബൈബിൾ വചനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു വളരെ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ലോകത്തിലാണ് ഈ ആഫ്രിക്കൻ ജനത, ലോകം മുഴുവനുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആഫ്രിക്കൻ ജനത ജീവിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, സൗത്ത് ആഫ്രിക്ക എന്നൊരു രാജ്യം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഈ വലിയൊരു കറപ്ഷൻ്റെ പിടിയിലാണ്. അവിടെ നേതാക്കന്മാർ അതിനേക്കാൾ വലിയ കറപ്ഷൻ്റെ പിടിയിലാണ്. പ്രത്യേകിച്ച് ഈ ഗോൾഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ട്രേഡ് മാർക്കറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ ആഫ്രിക്കൻ ജനത, ആഫ്രിക്കനിലെ സാധാരണ മനുഷ്യർ കണ്ണീരൊഴുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സന്യസ്തരുടെ കരച്ചിലാണ്. സന്യസ്തർ എന്നുള്ളത് വിട്ടു നിന്നാലും ഒരു മനുഷ്യരാണ്, സ്ത്രീകളാണ്, നിരാലംബരായ സ്ത്രീകളാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പേടിച്ചരണ്ട് ഒരു ഇരുട്ടുമുറിയിൽ ഒളിച്ചിരിക്കുന്ന പ്രതീതി എന്ന് പറയുന്നത് ഒരിക്കലും ആ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ഒരു ചിത്രമായി തന്നെ അവശേഷിക്കുകയാണ്. ഇങ്ങനെ ക്രൈസ്തവ വേട്ട നിരന്തരം ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ചിന്നിച്ചിതറിപ്പോകുന്ന കബന്ധങ്ങൾ എന്നുള്ളത്. ശരിക്കും എന്താണ് ജോയ്സെ, ലോകക്രമത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരികയാണോ? ശരിക്കും നമ്മൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴല്ലോ, അവർക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രാജ്യം പോലും അവർക്കൊരു പരിഗണന കൊടുക്കുന്നില്ല എന്നതാണ് അതിലൊരു സത്യം. അതായത് എപ്പോഴും ദരിദ്രരായി തന്നെ തുടരുന്ന ഒരു അവസ്ഥയാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളത്. അവർ എങ്ങനെ ജീവിച്ചാലും ശരി, മരിച്ചാലും ശരി, അവിടുത്തെ ഭരണകൂടം തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഈ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിലും അവിടെ ന്യൂനപക്ഷം ആയിക്കോട്ടെ ഭൂരിപക്ഷം ആയിക്കോട്ടെ, അവിടെ ഇപ്പോൾ ഈ ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത ജനങ്ങളെ കൊന്നൊടുക്കിയാലും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. അതായത് ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം ഒരു ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളൊരു അജണ്ട വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ജോണ് പറഞ്ഞ പോലെ കോങ്കോയിലും അതുപോലെ നൈജീരിയയിലും സുഡാനിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം അരങ്ങേറുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടത്തുന്ന സംഘടനകൾ ഏതാണ് എന്ന് നോക്കി നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ജോൺ പറഞ്ഞ ഒരു വിഷയം ശരിക്കും നമ്മൾ അതിപ്പം ആ ഒരു വിഷയം മാത്രമല്ല, മനുഷ്യന് നേരെ ആയുധമെടുക്കുന്നത് ഏതായാലും ശരി, നമ്മളത് വളരെ വിഷമത്തോടെ കൂടി തന്നെ കാണുന്ന കാര്യമാണ്. പക്ഷെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ട്രംപിൻ്റെ സൈന്യത്തെ നൈജീരിയയിലേക്ക് അയച്ചു എന്നുള്ളൊരു വാർത്ത കൂടി ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതായത് നൈജീരിയയിൽ ഇടപെടും എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. 2 ദിവസം മുന്നേ ട്രംപ് അമേരിക്കൻ സൈന്യത്തെ നൈജീരിയയിൽ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു പക്ഷേ ഡിസംബറിൽ ഒരു അറ്റാക്ക് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പക്ഷേ കോങ്കോയിലേക്കും സുഡാനിലേക്കും ഒക്കെ ഉള്ള ഇടപെടലുകൾ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തീർച്ചയായിട്ടും വലിയൊരു ഇടപെടൽ നടക്കുകയും അവിടെയെല്ലാം സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഇനി അഞ്ജലിയിലേക്ക് വരികയാണെങ്കിൽ, അഞ്ജലി, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ജലിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാർത്ത എന്ന് പറയുന്നത്? അതായത് സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ്, കുട്ടികളിൽ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളം ഭീകരമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു ഉത്തർപ്രദേശിലെ ഘാസിയാബാദിൽ കഴിഞ്ഞ ദിവസം നടന്നത്. എല്ലാവർക്കും അറിയാം, വലിയ ചർച്ചയായിരുന്നു. ഓൺലൈൻ ഗെയിമിങ്ങിൽ കുടുങ്ങിയിട്ട് കുട്ടികൾ, 3 സഹോദരിമാരാണ്, 12, 14, 16 വയസ്സുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് 9ാം നിലയിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ചെയ്തത്. ഈ കുട്ടികൾ അമിതമായിട്ട് കൊറിയൻ ജീവിതശൈലി അല്ലെങ്കിൽ സംസ്കാരത്തോട് അമിതമായിട്ടുള്ള ഒരു ഭ്രമമുള്ളവരായിരുന്നു. ഈ കുട്ടികൾക്ക് കൊറിയൻ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു, ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ സ്കൂളിലേക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല. ഈ ഗെയിമിങ് കൂടിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ പിതാവ് വിലക്കിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് കൊറിയൻ ജീവിത രീതികളില്ലാതെ അല്ലെങ്കിൽ ഗെയിമിങ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്. ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 2 വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ഒരു സംസ്കാരമാണ് കൊറിയൻ ജീവിതശൈലി എന്ന് പറയുന്നത്. ഇത് കൊറിയൻ ഓൺലൈൻ ഗെയിം ആപ്പുകൾ മാത്രമല്ല, അത് ഫുഡ് ആയിക്കോട്ടെ, കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, പാർട്ടികളായിക്കോട്ടെ, എന്താണെങ്കിലും ഈ ഒരു കൊറിയൻ സ്റ്റൈല് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ വരിക, അപ്പോൾ ഒരു കുട്ടി 8ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്.
ആ കുട്ടിയുടെ അമ്മയുണ്ട്, അപ്പുറത്തൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ഈ ചേച്ചി ചോദിക്കുകയാണ്, അവർക്ക് വയ്യ, അവർ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ചേച്ചി ചോദിച്ചു എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറയാണ് വയ്യ, പനിയാണ്, ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നിട്ട് പറയാണ് അതിന് ഇവള് ഫുഡ് കഴിക്കണ്ടേന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറയാണ് കൊറിയൻ ഗേൾസിൻ്റെ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവർ ലീനാണ്. അപ്പോൾ അതാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിൽ എനിക്കും പോകണം. 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്, ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വരെ കൊറിയൻ സ്റ്റാൻഡേർഡാണ്. അതിൽ അനുകരിച്ച് വേണം ജീവിക്കാൻ എന്നാണ് ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കി വരുന്നത്. ശരി ഏത് തെറ്റ് ഏത് എന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. അതിപ്പോൾ ആ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ചെറിയ കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, TV, കാർട്ടൂൺ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്ന് മാറി നിൽക്കണം. എങ്ങനെയാണ് അവരെ കുറച്ച് നേരം പിടിച്ചിരുത്താം? ഈ കാർട്ടൂൺ ഫോണിൽ വെച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവരെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ വളർന്നു വന്നിട്ട് അവരെ കയ്യിലൊതുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമല്ല, നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ചെറുപ്പം തൊട്ടേ അവർക്ക് സോഷ്യൽ മീഡിയ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും മയക്കുമരുന്നിനേക്കാൾ ഭീകരമായ ഒരു അടിമത്വം ഉള്ളതാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സൈക്കോളജി അതിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷം, ഒരു ഉത്തേജനം കിട്ടുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുകയും അതിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടുകയും ചെയ്യും. പലപ്പോഴും നമ്മളുടെ വീടുകളിൽ നമ്മളെ ശ്രദ്ധിക്കാൻ ആരുമില്ല, ആരും നമ്മളെ എന്താ പറയുക ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് എവിടെ നിന്ന് എനിക്കിത് കിട്ടും എന്ന ചിന്ത ഓട്ടോമാറ്റിക്കലി മൈൻഡിലേക്ക് വരും. അപ്പോഴാണ് ഈ കൊറിയൻ പോലെയുള്ള സംഭവങ്ങളെ കടന്നു വരികയും ഈ കുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന ഡോപ്പമിൻ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതിൽ കൂടുതലായിട്ട് അവർ അഡിക്റ്റായിപ്പെടുകയും ചെയ്യും. അങ്ങനെ വല്ലാത്തൊരു അടിമത്തം ഉണ്ടാകുമ്പോഴാണ് ഇത് തന്നെയാണ് ജീവിതം. ഇപ്പോൾ ഈ 3 പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ കൊറിയൻ രാജകുമാരിമാരായിരുന്നു എന്നായിരുന്നു അവരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ വ്യക്തികളും തങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ അവിടേക്ക് സ്വയം കയറി അങ്ങ് നിൽക്കും. പിന്നെ അവിടെ തിരിച്ചിറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത നഷ്ടബോധം ഉണ്ടാക്കുകയും മരണത്തിലേക്ക് വിലയം പ്രാപിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ കുട്ടികളും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരിക്കുമ്പോൾ പല മാതാപിതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ഫോണൊന്ന് കൊടുത്തു നോക്ക്, നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റിൽ അവർ കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളത്. വളരെ അഹങ്കാരത്തോടു കൂടിയാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ജോണേ? ഈ കൊറിയൻ ഗെയിംസിൻ്റെ കൂടെ പറയുമ്പോൾ നമുക്ക് മുമ്പ് അറിയാവുന്ന 1-2 ഗെയിംസിനെ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ ബ്ലൂ വെയിൽസ് എന്ന് പറഞ്ഞൊരു ഗെയിം. അത് കുറേ പിള്ളേരുടെ ജീവനെടുത്തൊരു ഗെയിമാണ്, റഷ്യൻ മെയ്ഡായിട്ടുള്ളൊരു അങ്ങനെ. അതുപോലെ തന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു മീഡിയ, അതിൽ കുറച്ച് ചലഞ്ചസ്, അതുപോലെ കുറേ ഗെയിംസ് എണ്ണി പറയാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി പറയണമെന്ന് ഇവിടെ മുതലേ. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പല അപകടങ്ങളും അല്ലെങ്കിൽ ടീനേജ് ചിൽഡ്രൻ ആയിട്ടുള്ള പല സൂയിസൈഡ് വരുന്നത് ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസിൻ്റെ അടിമത്തത്തോടെയാണ്. ഇപ്പോൾ മുൻപ് അഞ്ജലിയും അതുപോലെ തന്നെ മിസ്റ്റർ ജോജിയും പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയ പിള്ളേരിൽ വളരാനുള്ള വിത്തുകൾ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെ ചൂഷണം ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടെത്തിയിട്ടാണ് പലരും ഗെയിമുകൾ ഇറക്കുന്നത്. അതുകൊണ്ടാണ് പല മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും അവരറിയാതെ തന്നെ ലക്ഷങ്ങളും കോടികളൊക്കെ നഷ്ടപ്പെടുന്നു, ഗെയിമിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുന്ന വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഈ മിനി മിലീഷ്യ എന്ന് പറഞ്ഞ ഗെയിം നമുക്ക് അറിയാം, പക്ഷേ അതുവഴി ആൾക്കാർ മരിച്ച കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, പലപ്പോഴും ഒരു സമയത്ത് കോളേജ് ക്യാമ്പസിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു ഈ മിനി മിലീഷ്യ എന്ന ഗെയിംസ്. അപ്പോൾ ഒരു 4 പേര് 5 പേരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ 4 പേരുടെ 5 പേരുടെ കയ്യിൽ മൊബൈലുണ്ടാവും, അവർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് ഒരു 10, 20, 20 വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഈ കോളേജിലൊക്കെ സ്റ്റുഡൻസ് ഒക്കെ പോകുമ്പോൾ അവരൊരുമിച്ചിരുന്നു വർത്തമാനം പറയുന്നു, കഥകൾ വായിക്കുന്നു, നോവലുകൾ വായിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അന്നത്തെ ജനത ജീവിച്ചിരുന്നത്. ഈ മില്ലേനിയൽ സ്റ്റുഡൻസാണ് ഇപ്പോൾ ഒരു പഠനം വന്നിട്ടുള്ളത്. ഞാൻ ജെൻസി ആൾക്കാരെ കുറ്റപ്പെടുന്നതല്ല, പഠനം വന്നിട്ടുള്ളത് എന്താണ്? ഈ ജെൻസി വിഭാഗത്തിൽ പെടുന്ന 1996, 2012 കാലഘട്ടമുള്ള ജെൻസി വിഭാഗത്തിൽ പെടുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ വ്യക്തികളെക്കാളും കൂടുതൽ ബുദ്ധിസാമർഥ്യമുള്ളത് മില്ലേനിയൽസ് ആണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സയൻറ്റിഫിക് റിപ്പോർട്ട് തന്നെയാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ അടിമത്വമാണ് ഇതിന് പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ
അല്ലെങ്കിൽ ഇവർ വന്ന ഈ കാലഘട്ടം ഏകദേശം 2006 ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മൊബൈൽ ഫോൺ എന്നൊരു തരംഗം വന്നത് ഏകദേശം 2005 2006 കാലഘട്ടത്തിൽ. ആ സമയത്ത് എൻ്റെ ഞാൻ ആഫ്റ്റർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്ന് പറയാം. ആ സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 ക്ലാസ്സിൽ പഠിക്കും. ആ സമയത്ത് എനിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുള്ള കാര്യമാണ്. അവിടെ ഇൻ്റർനെറ്റുള്ള മൊബൈൽ ഫോൺ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഈ മൊബൈൽ ഫോൺ തരംഗം വരുന്നു. 2010-12 ആകുമ്പോഴേക്കും അതൊക്കെ ഈ കൂടുതലും ടച്ച് ഫോണിലേക്ക് മാറുന്നു. പിന്നെയാണ് ഈ തരംഗങ്ങളൊക്കെ നമുക്ക് കൂടുതലും വരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, കൂടുതലും ആ മൊബൈലിൽ നന്മയായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ കൂടുതലും അഡിക്റ്റീവായുള്ള കാര്യങ്ങൾക്ക്, ഇപ്പോൾ മയക്കുമരുന്ന് ഒരാൾ അഡിക്റ്റ് ആവുന്നുണ്ടോ പറഞ്ഞ പോലെ തന്നെ മൊബൈലിലുള്ള പല കാര്യങ്ങളിലും ഈ പിള്ളേരൊക്കെ അഡിക്റ്റ് ആവുന്ന ഒരവസ്ഥയിലേക്ക്. ഈ ഗെയിമിൻ്റെ നിർമ്മാണത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് റിവാർഡുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ റിവാർഡുകൾ. അപ്പോൾ സമ്മാനം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും അവർക്ക് പറ്റിയ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, റിവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുഖ്യ ഒരു ആകർഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗെയിമുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ ചില ചലഞ്ചസ് കൊടുക്കും. ഈ ചലഞ്ചസിന് പിന്നാലെ പോകുമ്പോൾ അത് പലപ്പോഴും അവരുടെ ബുദ്ധി എങ്ങനെയാണോ ആ ബുദ്ധിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരിക്കാം ഉണ്ടാവുക. അവിടെയാണ് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ കുട്ടികൾ ഇന്ന് കാണുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി നാളെ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ചങ്കൊലിച്ച് പോവുകയല്ലേ? ശരിക്കും റോജി, നമ്മൾ ഓക്കെ, ഇതിപ്പം എല്ലാ നാട്ടിലും നടക്കുന്ന സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ പണ്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു, 2 പെൺകുട്ടികൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ ഇവർ ബസ് സ്റ്റാൻഡിൽ കൂടെ പോകുന്നത് കണ്ടു. പിള്ളേരെ പിടിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണ്, കൊറിയയ്ക്ക് പോകുക, കൊറിയയ്ക്ക് പോവുക. എങ്ങനെ പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്താമെന്നോ ഒന്നും പിള്ളേർക്ക് അറിയത്തില്ല. വിസ ഇല്ല, പാസ്പോർട്ടില്ല, ഒന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന 2 പിള്ളേർ അങ്ങ് പോവുകയാണ്. അവർ വിചാരിച്ചു കൊറിയാന്ന് പറയുന്ന അപ്പുറത്താണ് വിചാരിച്ചത്. അതുപോലെ ഇപ്പൊ ഈ അടുത്തുണ്ടായ ഒരു സംഭവമാണ്, ഒരു കുട്ടി മരിച്ചു, ഒരു കുളത്തിൽ മരിച്ചു കഴിഞ്ഞ് ആ കുട്ടീനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ എന്താണോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കുറിപ്പ് കണ്ടെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ കുട്ടി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊറിയക്കാരൻ മരിച്ചു. അത് ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഫൈലാണോ, അത് അങ്ങനെ ഒരാളുണ്ടോ ഒന്നും പിള്ളേർക്ക് അറിയത്തില്ല. അവൻ മരിച്ചു, എന്നാൽ ഞാൻ അങ്ങോട്ട് മരിച്ചേക്കുക. അത് ശരിക്കും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അടിമത്ത ജീവിതം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ വേറൊരു കാര്യം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ ജനറേഷനും അവർ ജീവിച്ചു വരുന്ന കാലഘട്ടം എന്തായാലും പരിഗണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ കാലഘട്ടത്തിലെ ടെക്നോളജികൾ പരിഗണിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഓക്കെ, നമുക്ക് അന്ന് ഇതുപോലുള്ള ടെക്നോളജികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളും അതുപോലെയൊക്കെ ആയി പോയേനെ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള വെബ്സൈറ്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് പിള്ളേരോട് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗം തന്നെയാണത്. പക്ഷേ മാതാപിതാക്കൾ ഇപ്പം അഞ്ജലി പറഞ്ഞ പോലെ കുട്ടി ഉണ്ടായി വീഴുന്ന അന്ന് തൊട്ട് മൊബൈൽ കൈ കൊടുത്തിട്ട് ഇന്നാ കണ്ടോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് വളർന്നു വരുമ്പോൾ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ശീലം അവരെ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഏത് സംഭവമായാലും ശരി, അടിമത്തം വരുന്ന ഒരു സംഭവം അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിലെ മെയിൻ പോയിന്റ്. തീർച്ചയായും ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എൻ്റെ കുട്ടികളെ ഞാൻ വളരെയേറെ സുരക്ഷിതത്തോടെ വളർത്തുന്നു, പക്ഷേ അവർക്ക് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ പേരൻറ്റിങ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ചില അച്ചടക്കങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർ കാണുന്നത് എന്ന് വ്യക്തമായി മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം മാതാപിതാക്കൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു വാർത്ത എന്ന് പറയുന്നത് മണിപ്പൂരിലെ, നമുക്കറിയാലോ 2023 മുതൽ തന്നെ ഈ മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ 100 കണക്കിന് ആളുകളാണ് മരിച്ചു വീണത്, വീടുകൾ ആക്രമിക്കപ്പെടുന്നു, ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കപ്പെടുന്നു, ആളുകളെല്ലാം അഭയാർത്ഥികളായി മാറുന്നു. എങ്ങനെ മറ്റുള്ള വംശജരെ കൊല്ലണം എന്ന ഒരു ആശയം മാത്രം മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ സംഘർഷഭരിതമായ ഒരു നാട്, ആ നാട്ടിലേക്കാണ് ഇപ്പോൾ വല്ലാത്തൊരു ശാന്തത വന്നിരിക്കുന്നത്. ഒരു ശാന്തതയുടെ കാറ്റ് വീശി. കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപിക്കപ്പെട്ടു. മെയ്തൈ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവിടെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു, സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി കുക്കി വിഭാഗത്തിലെ ആളുകളെയും വന്നു. അപ്പം മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം, സുന്ദരമായ സ്ഥലം, ആ സ്ഥലം വീണ്ടും ഒരു ശാന്തതയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ച ഒരു വാർത്തയായിരുന്നു. മണിപ്പൂരിനെ കുറിച്ച് എങ്ങനെയാണ് ജോയിസ് ഓർക്കുന്നത്? മണിപ്പൂർ ഒരു കാലത്ത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. അവിടുത്തെ കലാപങ്ങളും അവിടെ മരിച്ച ആൾക്കാരെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതൊരു ശാന്തതയിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ സമൂഹങ്ങളും
മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്തത കൈവരിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് നമുക്ക് മണിപ്പൂരിൻ്റെ അവസ്ഥയിലും പറയാനുള്ളത് ശരിക്കും. ഓക്കെ, അപ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷം, സമാധാനമൊക്കെ തന്നെയാണ് മണിപ്പൂരിലുണ്ടാവുക അല്ല അഞ്ജലി? തീർച്ചയായിട്ടും ഇനി ഒരു ശാന്തതയോടുകൂടെ കുറച്ച് അധികം കാലം അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇപ്പം കയറിയ സർക്കാരിന് അത് സാധിക്കുമെന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ മനുഷ്യന് ആഗ്രഹത്തിന് ജീവിക്കാനുള്ളതും ആവശ്യത്തിന് ജീവിക്കാനുള്ളതുണ്ട്. അത്യാഗ്രഹത്തിന് ജീവിക്കാനുള്ളതാണ് ഇല്ലാത്തത്. അത്യാഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് ഇതുപോലുള്ള സംഘർഷങ്ങൾക്കും മറ്റും വഴി തെളിക്കുന്നത്. അതില്ലാതെ ശാന്തമായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അഞ്ജലി നല്ലൊരു പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. അതായത് അത്യാഗ്രഹത്തിന് നമുക്ക് കിട്ടാനെന്നുള്ള ആവശ്യത്തിന് കൊണ്ട് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് എന്നുള്ള നല്ലൊരു പോയിന്റ് തന്നെയായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുകളിലുള്ള ആളുകളോട് അഭിപ്രായം ആരായും. പലപ്പോഴും അവിടെ നിന്ന് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുകയുമില്ല. ഒറ്റയ്ക്കിരുന്ന് ഇനി എന്തു വേണം എന്നാലോചിക്കും. പലപ്പോഴും പല അഭിപ്രായങ്ങളും പല സ്ഥലങ്ങളിലും കിട്ടാതാവുമ്പോൾ നിരാശയായിരിക്കും ഫലം. പക്ഷേ ഇതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റിനുമുള്ള സാധാരണക്കാരായ ആളുകളുണ്ട്, അവരോടും നമുക്ക് അഭിപ്രായം ചോദിക്കാവുന്നതാണ്. ഞാനൊരു കഥ പറയാം. ആ കാർ നിർമ്മാണ കമ്പനിയിൽ അവിടുത്തെ എഞ്ചിനീയർ ലോകത്തിലെ ഏറ്റവും ആഡംബരവും ഏറ്റവും സുഖസൗകര്യങ്ങളുമുള്ള ഒരു കാർ നിർമ്മിച്ചു. ഫാക്ടറിയിൽ നിന്നും ഷോറൂമിലേക്ക് ഈ കാർ കൊണ്ടുപോകേണ്ട സമയം വന്നു. ഈ കമ്പനിയുടെ CEO അവിടെ എത്തി. ഈ കാർ കണ്ട് അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമായി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാറായിരുന്നു അത്. ഇതുണ്ടാക്കിയ എഞ്ചിനീയറെ അടുത്ത് വിളിച്ച് ഒരുപാട് പ്രശംസിച്ചു. എല്ലാവരും കൈയടിച്ചു. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഷോറൂമിലേക്ക് കൊണ്ടുപോകേണ്ട സമയം വന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഈ ഫാക്ടറിയുടെ വാതിലിലൂടെ ഈ കാർ കടക്കില്ല. കാറിന് വാതിലിനേക്കായും 2 ഇഞ്ച് ഉയരം കൂടുതലാണ്. എല്ലാവരും പെട്ടെന്ന് അമ്പരപ്പോടെ നിന്നു. എന്തു ചെയ്യും? ഈ എഞ്ചിനീയർ പറഞ്ഞു, നമുക്ക് വാതിൽ പൊളിക്കാം, എന്നിട്ട് കാറ് പുറത്തേക്ക് എടുക്കാം. ആർക്കും അതിന് സമ്മതമായിരുന്നില്ല. കാരണം ഇത്രയും വലിയൊരു ഫാക്ടറിയുടെ വാതിൽ പൊളിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഈ സമയത്താണ് ആ കമ്പനിയിലെ പെയിൻറ്റർ ആ വഴി വന്നത്. അയാൾ പറഞ്ഞു, നമുക്ക് ഈ വാതിലിലൂടെ കാറ് കയറ്റിക്കൊണ്ട് പോകാം. പുറത്തെത്തുമ്പോൾ പുറമേ അല്പം പെയിൻറ്റ് പോയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ആ പെയിൻറ്റ് നമ്മൾക്ക് പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആക്കാമെന്ന്. CEO സമ്മതിച്ചില്ല. അയാൾക്കൊരിക്കലും വാതിൽ പൊളിക്കാനോ ഈ കാറിൽ പോറലുകൾ വരുത്താനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല. അദ്ദേഹം തൃപ്തനായിരുന്നില്ല. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴെന്ന സമയത്താണ് അവിടെയുള്ള കാവൽക്കാരൻ CEOയുടെ അടുത്തേക്ക് വന്നത്. CEOയോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ എല്ലാവരും അയാളെ തുറച്ചു നോക്കി. ഇത്രയും വലിയ എഞ്ചിനീയർമാരും ബുദ്ധിയുള്ള ആളുകളും ഇവിടെ നിൽക്കുമ്പോൾ വെറും ഒരു കാവൽക്കാരൻ വന്ന് എന്തു പറയാനാണ്? പക്ഷേ CEO പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ. അയാൾ പറഞ്ഞു, വളരെ കുറച്ച് ഇഞ്ചുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ വാതിലും കാറും തമ്മിൽ. നമുക്ക് ഈ കാറിൻ്റെ 4 ടയറുകളുടെയും കാറ്റ് അല്പം അഴിച്ചു വിടാം, അപ്പോൾ കാറ് താന്നുകൊള്ളും എന്ന്. അങ്ങനെ ഈ കാറിൻ്റെ 4 വീലുകളുടെയും കാറ്റഴിച്ചു വിട്ടു. കാറ് താഴ്ന്നു വരികയും ചെയ്തു. വളരെ ഈസിയായി ഈ കാറ് പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മളും. പലപ്പോഴും പ്രതിസന്ധികൾ വളരെയേറെ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആരോടാണ് അഭിപ്രായം ചോദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുന്നിലെ പ്രധാനപ്പെട്ട പ്രശ്നം. വലിയ വലിയ ആളുകളോട് പലപ്പോഴും നമ്മൾ ചോദിക്കും. അവിടെ നിന്നും നല്ലൊരു ഉത്തരം കിട്ടിക്കോണമെന്നില്ല. പക്ഷേ സാധാരണക്കാരായ നമ്മുടെ കൂട്ടുകാരോട് ആ പ്രശ്നം ഒന്ന് പങ്കുവെച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ പോലും വിചാരിക്കാത്ത ഉത്തരങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കും അവരിൽ നിന്നും ഉണ്ടാവുക. നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ദേഷ്യം, ഈഗോ, അതിൻ്റെ എല്ലാം കാറ്റ് അല്പം അഴിച്ചു വിട്ടാൽ സുഗമമായി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.